ഹായ്. കാനഡയിലെ ഏറ്റവും വലിയ ചർച്ചായ സെൻറ്റ് ജോസഫ് ഒറാറ്ററി ഓഫ് മോൺട്രിയൽ കാണാനാണ് ഇത്തവണ ഞങ്ങൾ പോയത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ക്യുബക്ക് പ്രൊവിൻസിലുള്ള മോൺട്രിയലിലാണ്. 1904 സെയിൻറ്റ് ആൻഡ്രേ ബസറ്റ് എന്ന ബ്രദറാണ് ഇത് സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിന് ഒത്തിരി അത്ഭുത ശക്തികളൊക്കെ ഉണ്ടെന്നാണ് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മിറാക്കിൾ മാൻ ഓഫ് മോൺട്രിയൽ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ രോഗശാന്തി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സഫലമാകും എന്നൊക്കെ ആളുകൾ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് ശേഷം ലോകത്തിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പള്ളി കൂതാരം ഈ പള്ളിയുടേതാണെന്നാണ് പറയുന്നത്. 97 മീറ്ററോളം ഉണ്ട് ഈ പള്ളിയുടെ കൂതാരത്തിന്. അതുപോലെ ഏകദേശം 2400ഓളം പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാൻ പറ്റുന്ന വിശാലമായ പ്രാർത്ഥനാ സൗകര്യവും ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു ശില്പം കാണാം. ഏഞ്ചൽസ് അണ്ണേവേഴ്സ് എന്ന് പറഞ്ഞ ഈ വെങ്കല ശില്പം വത്തിക്കാനിലെ ഏഞ്ചൽസ് അണ്ണേവേഴ്സ് എന്ന് പറഞ്ഞ ശില്പത്തിൻ്റെ ഒരു റെപ്ലിക്കയാണ്. ഇത് മനുഷ്യരാശിയുടെ സഹാനുഭൂതി, അഭയം, കുടിയേറ്റം എന്നീ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. കാനഡയിലെയും ലോകത്തിലുള്ള എല്ലാ കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ഒക്കെ ജീവിതാനുഭവങ്ങൾ ഈ ശില്പം മുഖേന ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു കനേഡിയൻ ശില്പിയായ ടിമോത്തി ഷ്മാൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശില്പിയാണ് ഇതിൻ്റെ സൃഷ്ടാവ്. പിന്നെ ഇവിടുന്ന് നമുക്കിങ്ങനെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മനോഹരമായ സ്ഥലങ്ങൾ കാണാം. മോൺട്രിയൽ ഡൗൺ ടൗണിൻ്റെ നല്ലൊരു ഭാഗവും നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ കുറച്ചു നേരമൊക്കെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പള്ളിയുടെ ഉള്ളിലേക്ക് പോയി. ഈ പള്ളിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പള്ളിയിൽ സെൻറ്റ് ആൻഡ്രേ ബസറ്റിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഹാർട്ട് റിമൂവ് ചെയ്ത് അത് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോയി പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ആ ഭാഗം ഒക്കെ മിസ്സായിപ്പോയി. കാരണം ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവർ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഫ്രഞ്ചിലായിരിക്കും. അതായത് ഇന്ന സ്ഥലത്താണെന്നൊക്കെ എഴുതി വെച്ചുള്ളത് ഫ്രഞ്ചിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഭാഗമൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ ഇനിയൊരു തവണ ഇവിടേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എല്ലാം കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഇവിടെ എല്ലാം കണ്ട് ഞങ്ങളങ്ങനെ പള്ളിയുടെ പുറത്തേക്ക് പോയി. പാർക്കിംഗ് ഫീ ആയിട്ടുള്ള $3 മാത്രമാണ് ഇവിടെ നമുക്ക് ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ബാക്കിയെല്ലാം ഫ്രീ ആയിരുന്നു. അപ്പോൾ മോൺട്രിയൽ വന്നാൽ ഒരു മസ്റ്റ് വാച്ചാണ് ഈ പള്ളി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.